ഇപ്പോൾ സമയം 6:05. ഞാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പൊക്കത്ത് ഒരു പേരയ്ക്ക മരമുണ്ട്. അതിൽ പേരയ്ക്കയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പേരയ്ക്കയുണ്ടോ എന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇടവഴിയിലേക്കൂടെ നടന്ന് വന്ന് നമ്മളിപ്പോൾ റോഡിലെത്തിയിരിക്കുകയാണ്. ഏകദേശം റോഡ് ഭാഗത്തെത്തി. നമുക്ക് പോകേണ്ടത് ആ റോഡ് വഴിയല്ല, നേരെ തിരിച്ച് ഇതുവഴി ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴി വഴി പൊക്കത്തേക്ക് പോവാണ് വേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇടവഴി. ഈ ഇടവഴിയിലൂടെ പൊക്കത്തോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഫുള്ളും വലിയ റബ്ബർ തോട്ടാട്ടോ. അതിൻ്റെ നേരെ ഇടതുവശത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ആ പേരയ്ക്ക മരം ഇരിക്കുന്നത്. പേരയ്ക്ക ഉണ്ടോയെന്നറിയില്ല, എന്നാൽ നമുക്ക് പോയി നോക്കാം. ഞാൻ ഈ റബ്ബറിൻ്റെ ഉള്ളിലേക്കൂടെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. ഇവിടെ ആരെയും കാണുന്നില്ല. ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് അവിടെ പേരക്ക മരം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. എങ്കിലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഏകദേശം അവിടെ എത്താറായി കഴിഞ്ഞു. പേരയ്ക്കയുണ്ടോ എന്നറിയില്ല. പണ്ട് ഞാൻ കണ്ടത്രയും വലിപ്പം പോലും ആ പേരക്ക മരത്തിനില്ല. അപ്പം ഞാൻ പേരക്ക മരത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ അതിൻ്റെ അടുത്തോട്ടേക്ക് പോവുകയാണ്. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പേരയ്ക്ക പോലും ഇല്ല. ഫുൾ റബ്ബർ തോട്ടമാണ്. ഇതിൻ്റെ പൊക്കത്തൊക്കെ അണ്ടിത്തോട്ടവും ഉണ്ട്. ഞാൻ നടന്ന് അതൊക്കെ പേരക്ക മരത്തിൻ്റെ അടുത്തേക്ക് പോകാട്ടോ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ വരുമ്പോഴൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പേരയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. പേരയ്ക്കൊക്കെ പറിച്ച് പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. കുറേ താഴെ വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ മരത്തിൽ കീറി പറിക്കുമായിരുന്നു. അപ്പോൾ നോക്കി, ഇതാണ് ഞാൻ പറഞ്ഞ പേരയ്ക്ക മരം. ഒരു പേരയ്ക്ക പോയിട്ട് പേരയ്ക്ക മരം പോലും മര്യാദയ്ക്കില്ല. കണ്ടോ, ഇതാണ് ഞാൻ കണ്ടോ, ഒരു പേരയ്ക്ക പോലും ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇതാണിപ്പോൾ അവസ്ഥ. ഇതിൻ്റെ പൊക്കത്തേക്ക് മുഴുവൻ അണ്ടിത്തോട്ടം. ഇതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് നിറയെ റബ്ബർ മരങ്ങളും വലതുവശത്തും അതെ ഫുൾ റബ്ബർ തോട്ടമാണ്. അസമയമായി. പേരയ്ക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നമുക്കിനി തിരിച്ചു പോകാം. എന്തായാലും വളരെ വിഷമത്തോടു കൂടി ഞാൻ പോവുകയാണ്. അസമയമായി എന്ന് മാത്രമല്ല, ഒരു പേരയ്ക്ക് പോലും കിട്ടിയതുമില്ല. പിന്നെ ഈ പേരയ്ക്കയുടെ കുറച്ച് പൊക്കത്ത്, ഈ പേരയ്ക്ക മരത്തിൻ്റെ കുറച്ച് പൊക്കത്തോട്ടേക്കായിട്ട് ഞങ്ങളുടെ സ്ഥലവും ഉണ്ട്. പക്ഷെ അവിടെ പോകാൻ എനിക്കിപ്പോൾ കുറച്ച് സമയമില്ല. കുറച്ച് സമയം വൈകിയതുകൊണ്ട് തിരിച്ചു പോകും. അങ്ങനെ പഴയ എൻ്റെ തോട്ടവും പേരയ്ക്ക മരവും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പേരയ്ക്കില്ല. എങ്കിലും പഴയ ഓർമ്മകളൊക്കെ ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. അവിടെ അടുത്തൊരു വീടുണ്ട്. ആ വീടിന് ചേച്ചി ബക്കറ്റ് ഇടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ചേച്ചി എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല. നമുക്ക് നോക്കാം. അങ്ങനെ അതിമനോഹരമായ നാട്ടിൻപുറത്തെ ഒരു പേരയ്ക്കയില്ലാത്ത പേരയ്ക്ക മരവും. പിന്നെ ഞാൻ തിരിച്ച് ഇടവഴിയൊക്കെ കടന്ന് ഞാൻ വീണ്ടും റോഡിലെത്തി. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത്,
പേരയ്ക്കയില്ലാത്ത പേരയ്ക്കത്തോട്ടവും എല്ലാം കണ്ട് സംതൃപ്തിയോടെ ഞാൻ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയിലേക്കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. എനിക്കല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഒന്നിക്കിൽ ആ പേരയ്ക്കാമരം നശിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പേരയ്ക്ക ഉണ്ടാവില്ല എന്നുറപ്പായിരുന്നു. എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ്. പക്ഷേ സംഭവം പേരയ്ക്ക മരം നശിച്ചു പോയതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു നല്ലൊരു യാത്രയുടെ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.